സർവശക്തനായിരിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ശാന്തവും മനോഹരവുമായ ദിവസത്തിൻ്റെ നന്മകൾ അനുഭവിക്കുവാൻ ദൈവം കൃപ നൽകുകയും ദൈവമേ, സന്ധ്യയെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുപാദപീഠങ്ങളോളം അടുത്തു വരുന്നതിനും ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകുന്ന ഭാഗ്യകരമായ അവസ്ഥയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥ. ദൈവമേ, കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതിനോടനുബന്ധിച്ച് ഇന്ന് ഞങ്ങളുടെ സഭയിൽ വെച്ച് നടത്തപ്പെടുന്ന ദൈവമേ ഏകദിന കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നാഥ. ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ ദാസരെ അനുഗ്രഹിക്കണമേ. ശ്രുതിമധുരമായിട്ടുള്ള ഗാനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീക വർധനവിനും കർത്താവിലുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും ജീവിക്കുന്നതിനും നിദാനമായി ഭവിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഓരോ നിമിഷങ്ങളിലും കർത്താവ് തന്നെ ഞങ്ങളെ ഭരിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. തിരുകൃപ കൂടെ ഇരിക്കണമേ. ഈ സുരക്ഷിതാവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന ദയയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദാനങ്ങളല്ലാതെ എന്തും ഭൂമി അഹങ്കരിപ്പാൻ സ്ഥാനങ്ങൾ, പാലങ്ങൾ, സൗഭാഗ്യങ്ങൾ, അശ്വരമേ ഉലകമതി. നീ തന്ന ദാനങ്ങളല്ലാതെ എന്തും ഭൂമി അഹങ്കരിപ്പാൻ സ്ഥാനങ്ങൾ, മാനങ്ങൾ, സൗഭാഗ്യങ്ങൾ, അശ്വരമേ ഉലകമതി. ഒരു കൈ ചെയ്യും ദാനങ്ങൾ മറുകൈ അറിയരുതെന്നോതി. ഒരു കൈ ചെയ്യും ദാനങ്ങൾ മറുകൈ അറിയരുതെന്നോതി. നേടുവതേക്കാൾ കൊടുപ്പതല്ലോ ശ്രേഷ്ഠമെന്നെന്നും ഉടയോനേ. നേടുവതേക്കാൾ കൊടുപ്പതല്ലോ ശ്രേഷ്ഠമെന്നും ഉടയോനേ. നീ തന്ന ദാനങ്ങളല്ലാതെ എന്തും ഭൂമി അഹങ്കരിപ്പാൻ സ്ഥാനങ്ങൾ, മാനങ്ങൾ, സൗഭാഗ്യങ്ങൾ, നശ്വരമേ ഉലകമതി. ദൈവം നൽകിയ താലന്തുകൾ സമർപ്പിക്കാം തവ മഹത്വത്തിനായി. ദൈവം നൽകിയ താലന്തുകൾ സമർപ്പിക്കാം തവ മഹത്വത്തിനായി. ഉന്നത ഭാവം വർദ്ധിച്ചിടാം, ഉണ്മയ സാധുവെ കരുണീടാം. ഉന്നത ഭാവം വർദ്ധിച്ചിടാം, ഉണ്മയ സാധുവെ കരുണീടാം. നീ തന്ന ദാനങ്ങളല്ലാതെ എന്തും ഭൂമി അഹങ്കരിപ്പാൻ സ്ഥാനങ്ങൾ, മാനങ്ങൾ, സൗഭാഗ്യങ്ങൾ, അശ്വരമേ ഉലകമതി.
എളിയവർക്കായി നീ ചെയ്തതെല്ലാം എനിക്കായിരുന്നരുളിയൊഴി. എളിയവർക്കായി നീ ചെയ്തതെല്ലാം എനിക്കായിരുന്നരുളിയൊഴി. ഏഴയിൽ ക്രിസ്തുവെ കണ്ടിടുമ്പോൾ മണ്ണിൽ സ്വർഗം കേട്ടിടുമേ. ഏഴയിൽ ക്രിസ്തുവെ കണ്ടിടുമ്പോൾ മണ്ണിൽ സ്വർഗം കേട്ടിടുമേ. നീ തന്ന ദാനങ്ങളല്ലാതെ എന്തും നീ ഭൂമിയിൽ അഹങ്കരിപ്പാൻ. സ്ഥാനങ്ങൾ, മാനങ്ങൾ, സൗഭാഗ്യങ്ങൾ നശ്വരമേ ഉലകമതിൽ. നീ തന്ന ദാനങ്ങളല്ലാതെ എന്തും നീ ഭൂമിയിൽ അഹങ്കരിപ്പാൻ. സ്ഥാനങ്ങൾ, മാനങ്ങൾ, സൗഭാഗ്യങ്ങൾ നശ്വരമേ ഉലകമതിൽ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ ആരംഭിക്കാം. പ്രാർത്ഥനയിൽ പങ്കുചേരാം. തിരുസഭയുടെ നാഥനും ഞങ്ങളുടെ ജീവൻ്റെ ഉടമസ്ഥനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ലോകമെങ്ങും പുറപ്പെട്ടു പോയി അവിടുത്തെ സന്ദേശം അറിയിക്കുന്നതിന് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുകയും അവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞങ്ങളെ അവിടുന്ന് നിലനിർത്തുകയും ചെയ്യുന്ന കരുണയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞ് ഈ ദേശത്തിൽ തിരുസാക്ഷ്യം നിലനിർത്തുന്നതിന് വേണ്ടി അവിടുന്ന് നൽകിയ സംരംഭം എന്ന നിലയിൽ ഞങ്ങൾ ഈ കാലഘട്ടത്തിലും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആ കൺവെൻഷൻ യോഗങ്ങൾ അഭംഗുരം ഭംഗിയായി നടത്തുന്നതിനുള്ള പ്രത്യേക ചിന്തകളോടെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവെ, അതിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന ഈ ഏകദിന കൺവെൻഷനിലും അവിടുത്തെ ദിവ്യമായ ശക്തി നൽകി ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കുന്ന കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ സമർപ്പിച്ചും പ്രാർത്ഥനയോടും ഉപവാസത്തോടും തിരുസന്നിധിയിൽ ഞങ്ങളെ ശോധന ചെയ്തും തിരുനാമത്തിന് മഹത്വമായി വളരുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകുന്ന കരുണയ്ക്കായി സ്തോത്രം. ശ്രുതിമധുരമായി ഗാനങ്ങൾ പാടുന്ന കൊയറംഗങ്ങളെ അവിടുന്ന് ആളാമൃതിയായിട്ട് അനുഗ്രഹിക്കണമേ. തിരുനാമഹത്വത്തിനായി പാടി അങ്ങേ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും അവിടുത്തെ തിരുകൃപയിൽ സൂക്ഷിക്കുകയും ഞങ്ങൾ പുതിയ ബലത്തോടും ശക്തിയോടും ദൈവവചനം കേട്ട് അനുഗ്രഹിക്കപ്പെട്ടവരായും ദൈവവചനം അനുസരിച്ച് വളർന്ന് ദൈവിക നന്മ അനുഭവിക്കുന്നവരായും തീരുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക മഹത്വത്തിൽ ഞങ്ങളെല്ലായ്പ്പോഴും പങ്കാളികളായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. ദോഷങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. ഞങ്ങളുടെ ഈ കൺവെൻഷൻ യോഗങ്ങളുമായി പങ്കുചേരുന്ന എല്ലാ സഭകളെയും എല്ലാ വിശ്വാസ സമൂഹത്തിലെ അംഗങ്ങളെയും ഞങ്ങൾ ഓർക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കണമേ. ആമേൻ. അലയരുതേ മക്കളെ അലയരുതേ, ലോകമാം കടലിൽ വീണുലയരുതേ. അലയരുതേ മക്കളെ അലയരുതേ, ലോകമാം കടലിൽ വീണുലയരുതേ. തിരമാലയടിച്ചടിച്ച് തകർന്നിടും നിൻ മനം ശാന്തമാക്കൂ. ജീവിതമാം തിരമാലയടിച്ചടിച്ച് തകർന്നിടും നിൻ മനം ശാന്തമാക്കൂ. ഭയപ്പെടേണ്ട എന്നോടും തോഴനെ നീ കണ്ടുപോയി
ഭയപ്പെടേണ്ട എന്നോടും തോഴനെ നീ. കണ്ടു നിൻ ജീവിതമാം തോണിയത്. അലയരുതേ മക്കളെ അലയരുതേ, ലോകമാം കടലിൽ വീണുലയരുതേ. ആശയാമിരുൾക്കടൽ നീന്തി നീന്തി, തളർന്നിടും നിൻ കരങ്ങൾ ശക്തമാക്കൂ. നിരാശയാമിരുൾക്കടൽ നീന്തി നീന്തി, തളർന്നിടും നിൻ കരങ്ങൾ ശക്തമാക്കൂ. ഭയപ്പെടേണ്ട എന്നരുളും കർത്തനെ നീ. കണ്ടുപോയി ജീവിതമാം യാത്രയേ, ഭയപ്പെടേണ്ട എന്നരുളും കർത്തനെ നീ. കണ്ടുപോയി ജീവിതമാം യാത്രയേ, അലയരുതേ മക്കളെ അലയരുതേ, ലോകമാം കടലിൽ വീണുലയരുതേ. വാക്യം പ്രതിവാക്യമായി നമുക്ക് ചൊല്ലാം. സങ്കീർത്തനങ്ങൾ 24. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും നീക്കുമ്പോഴുള്ള പ്രകാരം തന്നെ. ആമേൻ. വായിക്കുവാനായി നൽകപ്പെട്ടിരിക്കുന്ന തിരുവചന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചന വേദഭാഗങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളെ ശ്രവിപ്പിൻ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും
ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ശിരസ്സുകളെ നമിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായും സമർപ്പിക്കാം. വളരെ പ്രത്യേകിച്ച് ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനാലയത്തിൽ വെച്ച് നടക്കുന്ന ഈ ഏകദിന കൺവെൻഷൻ യോഗത്തെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കേൾക്കുന്ന ഈ വചന സന്ദേശം ജീവിതങ്ങളെ ഹൃദ്യമായി സ്വാധീനിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നടക്കാൻ പോകുന്ന 71ാമത് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിൻ്റെ സുഗമമായ നടത്തിപ്പുകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവമുഖം ദർശിക്കാം. ദൈവത്തോട് നമുക്കുള്ളുരുകി പ്രാർത്ഥിക്കാം. ഈ രാത്രികാലം നമ്മുടെ ജീവിതങ്ങളിൽ ദൈവികമായിരിക്കുന്ന ഈ ബന്ധത്തിൻ്റെ ആഴങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുവാനായിട്ട് ദൈവം തുണ ചെയ്യുന്നതിനായി ദൈവത്തോട് അപേക്ഷിക്കാം. കാൽവരി ക്രൂശിലൂടെ ഞങ്ങളെ ആഴമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സർവശക്തനും നിത്യനും നീതിമാനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൻ്റെ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനാലയത്തിൻ്റെ അകത്തലങ്ങളിലായിരുന്നു കൊണ്ട് ദൈവമുഖം ദർശിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ നാളുകൾക്കായി സ്തോത്രം. ദൈവികമായ ബന്ധത്തിൻ്റെ ആഴങ്ങളും ദൃഢതയും വർദ്ധിപ്പിക്കുന്നതിലേക്കായി പ്രാർത്ഥനാപൂർവം ഉപവാസത്തോടുകൂടെ വചനധ്യാനത്തോടുകൂടെ സ്വയശുദ്ധീകരണത്തോടുകൂടെ ഒക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ വ്യക്തിത്വ ജീവിതങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയുടെ ഈ അധ്യക്ഷനായിരിക്കുന്ന ഏറ്റവും ബഹുമാനിതനായ അശ്വനെ ഞങ്ങൾ ഓർക്കുന്നു. റവറൻഡ് ഡോക്ടർ പിഴ്സുരാജ് അശ്വനായി പ്രാർത്ഥിക്കുന്നു. അശ്വനെ ദൈവം അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വളരെ പ്രത്യേകിച്ച് ഇന്ന് വചന സന്ദേശം നൽകുന്നതായ റവറൻഡ് സുൽകുമാർ അശ്വനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടുത്തെ അഭിഷേകത്തിലൂടെ ആഴമായി സംസാരിക്കുവാൻ തക്കവണ്ണം ദൈവമേ, ദൈവം തുണ ചെയ്യുകയും സഹായിക്കുകയും ചെയ്യണമേ. അത് ഹൃദയങ്ങളിൽ ആഴമായി പതിയുവാൻ ദൈവം തുണ ചെയ്യണമേ. 30, 60, 100 മേനി ഫലപ്രാപ്തിയിലേക്ക് എത്തുവാനായിട്ട് ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവം സന്നിഹിതനായിരിക്കുമ്പോൾ ഓരോ ഉള്ളങ്ങളുടെയും ദൈവമേ ജീവിത നിലവാരങ്ങളനുസരിച്ച് വചനം അവിടുത്തെ ഹൃത്തടങ്ങളിൽ ഊഴ്ന്നിറങ്ങുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടേതായ രാജ്യവും സംസ്ഥാനവും ഒക്കെ ഈ നാളുകളിൽ മദ്യത്തിന് ലഹരികൾക്കുമൊക്കെ അടിമപ്പെട്ട് ആകെ വികൃതമാക്കപ്പെട്ടിരിക്കുന്ന ഈ അനുഭവങ്ങളിലായിരിക്കുന്നുവല്ലോ. ദൈവം ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാകുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, തന്നെയുമല്ല കൊലപാതകങ്ങൾ ഇന്ന് യാതൊരു തടസ്സങ്ങളുമില്ലാതെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒന്ന് അറുതി വരുവാനായിട്ട് ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ദൈവമേ, സമൂഹത്തിൽ സമാധാനം ഉളവാകുവാൻ ദൈവം കൃപ ചെയ്യണമേ. ദൈവികമായ പ്രത്യാശ കൊണ്ട് ദൈവം നിറയ്ക്കണമേ. കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകുവാൻ കൃപ ചെയ്യണമേ. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് കൽപ്പിച്ചിരിക്കുമ്പോൾ സമാധാന പ്രഭുവായിരിക്കുന്ന ഈ സമാധാനം ആ കർത്താവിലൂടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് കർത്താവെ പകരപ്പെടുവാനായിട്ട് ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതിന് കുടുംബങ്ങളിൽ പ്രാർത്ഥനയുണ്ടാകുവാൻ, ആരാധനയുണ്ടാകുവാൻ സഹായിക്കണമേ. ഒരുമിച്ച് ആരാധിക്കുന്ന ഈ കുടുംബങ്ങളും സമൂഹങ്ങളുമായിട്ട് ഈ കാലഘട്ടം മാറ്റപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട്. ശ്രേഷ്ഠമായിട്ടുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 71ാമത് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ മുന്നോടിയായി വിവിധ സഭകൾ നടത്തപ്പെടുന്ന ഏകദിന കൺവെൻഷനുകളുണ്ട്. ഇന്ന ദിവസം തിരുവറം ഇടവകയിൽ ഈ ഏകദിന കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നു. നാം എല്ലാവരും ഈ കൺവെൻഷൻ യോഗത്തിൽ ആയിരിക്കുന്നുവല്ലോ. ഈ കൺവെൻഷൻ യോഗത്തിലൊപ്പമായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഈ കൺവെൻഷൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സിറ്ററം ഡിസ്ട്രിക്റ്റിൻ്റെ അധ്യക്ഷനും സിറ്ററം ഇടവകയുടെ അധ്യക്ഷനുമായി നാളുകളിൽ അനുഗ്രഹീതമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി വരുന്ന റവറൻഡ് ഡോക്ടർ BH വിൽസരാജ് അച്ഛനാണ്. അച്ഛനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ കൺവെൻഷൻ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു.
അനുഗ്രഹീത നേതൃത്വമായി നമ്മോടൊപ്പമായിരിക്കുന്നത് തിരുവറം ഡിസ്ട്രിക്റ്റിൻ്റെ അധ്യക്ഷനും തിരുവറം ഇടവകയുടെ അധ്യക്ഷനുമായിരിക്കുന്ന റവറൻ ഡോക്ടർ CR വിൻസെൻ്റ് അച്ഛനാണ്. അച്ഛൻ്റെ ശുശ്രൂഷകളെ നന്ദിയോടുകൂടെ ഓർക്കുകയും വളരെ ആദരവോടെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നേ ദിവസം നമുക്ക് ആവശ്യമായിരിക്കുന്ന തിരുവചന സന്ദേശം നൽകുന്നത് റവറൻഡ് SJ സുനിൽകുമാർ അച്ഛനാണ്. അച്ഛൻ കഴിവൂർ ഡിസ്ട്രിക്റ്റിൻ്റെ അധ്യക്ഷനായും അതോടൊപ്പം തന്നെ കഴിവൂർ സഭയുടെ അധ്യക്ഷനായും അനുഗ്രഹീതമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി വരുന്നു. ഈ ദിവസത്തെ അച്ഛൻ്റെ വചന ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസവർദ്ധനവിനും അനുഗ്രഹത്തിനും മുഖാന്തരമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അച്ഛനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മോടൊപ്പം ആയിരിക്കുന്ന ആദരണീയരായ റവറൻഡ് സത്യരാജ് അച്ഛൻ, റവറൻഡ് റിനൂഷ് അച്ഛൻ, ഈ ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ ജനറൽ സെക്രട്ടറിയായി ഇന്നാളുകളിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നത് ഡോക്ടർ LS പോൾഡായി സാറാണ്. സാറിൻ്റെ ശുശ്രൂഷകൾ കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷന് ഏറെ അനുഗ്രഹീതമായി മാറുന്നു. കഴിഞ്ഞ വർഷവും ഒപ്പമായിരിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള സാധ്യതകളെ ദൈവം ദാനമായി നൽകി. പ്രിയമുള്ള സാറിനെ ഏറെ ആദരവോടുകൂടെ ഈ കൺവെൻഷൻ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രയർ കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ ജോൺകുട്ടി സാർ, ഗോസ്ബൽ ടീമിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന ശ്രീ സ്റ്റാൻലി ജോൺ സാർ, അതോടൊപ്പം തന്നെ സ്നേഹമുള്ള ബെൻസൻ സാർ, ഈ പ്രിയമുള്ളവരെ വളരെ സ്നേഹത്തോടെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഗാന ശുശ്രൂഷകളുമായി നമ്മോടൊപ്പമായിരിക്കുന്ന കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ കൊയർ ടീം അംഗങ്ങളെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഞാൻ ഈ സമയം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിവിധ സഭകളെ പ്രതിനിധീകരിച്ച് നമ്മോടൊപ്പമായിരിക്കുന്ന പ്രിയമുള്ളവരുണ്ട്. വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി നാളുകളിൽ പ്രവർത്തിച്ചു വരുന്ന പ്രിയമുള്ളവർ നമ്മോടൊപ്പം ഈ കൺവെൻഷൻ യോഗത്തിൽ പങ്കെടുത്തു വരുന്നു. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ഈ സമയം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നവർ, നമുക്ക് ആവശ്യമായിരിക്കുന്ന ശബ്ദവും വെളിച്ചവും ക്രമീകരണം ചെയ്യുന്ന പ്രിയമുള്ളവർ, അതോടൊപ്പം തന്നെ കപ്പ്യാർമാർ, ഈ കൺവെൻഷൻ യോഗത്തിൽ ഒപ്പമായിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഒറ്റവാക്കിൽ ഞാൻ ഈ സമയം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. തിരുവറം CSI സഭാ ശുശ്രൂഷകൻ റവറൻ ഡോക്ടർ CR വിൻസെൻ്റ് അച്ഛൻ, സഭാ ശുശ്രൂഷകൻ, ഇന്ന് മുഖ്യ പ്രഭാഷണത്തിന് നേതൃത്വം നൽകുന്ന റവറൻ SJ സുനിൽകുമാർ അച്ഛൻ, ബഹുമാനമുള്ള സത്യരാജൻ റിനോഷ് അച്ഛൻ, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഗായക സംഘാംഗങ്ങളെ, വിവിധ സഭകളുടെ പ്രതിനിധികളായിട്ട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സഭയിലെ വിശ്വാസ സമൂഹമായിട്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ശബ്ദം ശ്രവിക്കുന്നവരെ, ഒരുപക്ഷെ ഒരു അധ്യക്ഷ പ്രസംഗത്തിനൊരു പ്രസക്തിയില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ചില വാക്കുകൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ നമുക്കിങ്ങനെ വായിക്കാം: ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. 71ാമത് കൺവെൻഷൻ യോഗങ്ങളുടെ അനുഗ്രഹത്തിനായിട്ട് ഈ നാളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുകയും, പ്രത്യേകിച്ച് 73 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവം നൽകിയ ദർശനത്തിനൊത്തവണ്ണം കാഞ്ഞിരംകുളം കേന്ദ്രമാക്കി ഒരു കൺവെൻഷൻ യോഗങ്ങൾ ക്രമീകരിക്കാൻ ദൈവം സഹായിച്ചു. ഇന്നും കുറച്ച് പ്രായമുള്ളവരെല്ലാം വളരെ താല്പര്യത്തോടു കൂടെ തന്നെ കാണുന്ന ഒരു ശുശ്രൂഷയാണ് കഴിഞ്ഞ 70 വർഷങ്ങളിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടും നമുക്ക് 71ാമത് കൺവെൻഷൻ യോഗങ്ങളെ ക്രമീകരിക്കാനായിട്ട് ദൈവം നമുക്ക് നൽകുന്ന അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും നമ്മുടെ തലമുറയിൽ ദൈവം നൽകിയ ഈ നന്മയെ ഓർത്ത് നമുക്ക്
ദൈവത്തിന് പ്രത്യേകാൽ നന്ദി പറയുകയും ചെയ്യാം. പ്രത്യേകം നമുക്കറിയാം, നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് പഴയതിലേക്ക് ഒരിക്കലും നമുക്ക് വരാനായിട്ട് സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ നാളും നമ്മളൊരു പുതുവഴിയിലാണ് പ്രവേശിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുതുവഴിയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തിരുവചനം നമ്മെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ദൈവശബ്ദം നമ്മെ അതിനായിട്ട് മുന്നോട്ട് പോകാനായിട്ട്, നയിക്കാനായിട്ടെല്ലാം നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. ദിനംതോറുമുള്ള വേദപുസ്തക വായന, ധ്യാനം, അതുപോലെ തന്നെ തിരുവചനം പഠിക്കുന്നതും വായിക്കുന്നതും കേൾക്കുന്നതും എല്ലാം തന്നെ അതുപോലെ ദൈവശബ്ദം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ്. ഇതാണ് നമുക്ക് ഒരു പുതുവഴിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന, പുതുവഴിയിലേക്ക് യാത്ര ചെയ്യുന്ന നമുക്ക് ലഭ്യമാകുന്ന നല്ലൊരു പാത തെളിച്ചു തരുന്നത്. അങ്ങനെ ഒരു പുതുവഴിയിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ നമുക്ക് തിരുവചനം നമുക്ക് പഠിക്കാനും ധ്യാനിക്കാനും, പ്രത്യേകിച്ച് 71ാമത് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് തിരുവചനം പഠിക്കാനെല്ലാം നമ്മെ സഹായിക്കട്ടെ. എല്ലാവിധമായ ആശംസകൾ നൽകുന്നു. പ്രത്യേകാൽ പുതുവഴിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവശബ്ദം കേട്ട് ദൈവ മക്കളായിട്ട് നിലനിൽക്കാനും, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ നമുക്ക് കാണിച്ചു തന്ന ആ ചൈതന്യത്തിൽ നിലനിൽക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, ഓരോ പുതിയ പുതിയ മേഖലകളിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ മേഖലകളിലോട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പുതിയ പുതിയ മേഖലകളിലോട്ട് പോകുമ്പോഴും തിരുവചനം നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെ വായിച്ച് മനസ്സിലാക്കിയോ അതുപോലെ തന്നെ നമുക്കും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പുതിയ ആശയങ്ങൾ നമുക്ക് ഓരോ നാളും കഴിയുമ്പോഴും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. നമുക്ക് മറ്റു വാരികകളും പുസ്തകങ്ങളും നമുക്ക് നൽകുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേദനകളോടുകൂടെ, ഭാരങ്ങളോടുകൂടെ തിരുവചനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ, തിരുവചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് ശാന്ത മനസ്സോടുകൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ, പുതുവഴിയിലേക്ക് പ്രവേശിക്കാൻ, നമ്മൾ പോയിട്ടില്ലാത്ത പുതുവഴിയിലേക്ക് യാത്ര ചെയ്യാനുള്ള ധൈര്യവും അതിനുള്ള സാഹചര്യവും നമുക്ക് നൽകുന്നുണ്ട്. അപ്രകാരം പുതുവഴിയിലേക്ക് യാത്ര ചെയ്യുന്ന നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിത പാതയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കട്ടെ. 71ാമത് കൺവെൻഷൻ യോഗങ്ങൾ അതിന് നമുക്ക് സഹായമാകട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും എല്ലാവിധമായ ആശംസകളും നൽകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലായിരിക്കാനും ആരാധനയിൽ പങ്കെടുക്കുവാനും കൃപ ചെയ്ത ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് നാം എല്ലാവരും മനസ്സിലാക്കുന്ന പ്രകാരം 71ാമത് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷനുമായിട്ടുള്ള ബന്ധത്തിൽ ഈ നാളുകളിൽ വിവിധ സഭകളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരുക്ക പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് സെൻ്ററുകളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഏകദിന കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്രകാരം ഈ ആലയത്തിലും ആയിരിക്കാനുള്ള കൃപകളെ തന്ന ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന ദിവസത്തെ ഈ ആരാധനയിൽ കൺവെൻഷൻ്റെ പ്രതിനിധികളായിട്ട് ഞങ്ങൾക്കും പങ്കെടുക്കുവാനുള്ള അവസരമൊരുക്കിയ ഈ സഭയിലെ ചെയർമാൻ അച്ഛനോടും സഭാ സെക്രട്ടറി, സഭാ കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് പ്രിയ വിശ്വാസികൾ എല്ലാവരോടുമുള്ള കൺവെൻഷൻ കമ്മിറ്റിയുടെ നന്ദിയും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നാളുകളിൽ കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾക്ക് ശക്തമായിട്ട് നേതൃത്വം നൽകുന്ന അച്ഛന്മാരാണ് ഈ ആരാധനയ്ക്കും നേതൃത്വം നൽകുന്നത്. ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വഹിക്കുന്ന റവറൻഡ് ഡോക്ടർ CR വിൻസെൻ്റ് അച്ഛൻ ഈ നാളുകളിൽ ഈ ശുശ്രൂഷയിൽ സഹകരിച്ചു വരുന്നു. പ്രത്യേകിച്ച് 71ാമത് കൺവെൻഷൻ യോഗങ്ങൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗാനവും ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം പുതുതായിട്ട് ആ ഗാനം ഞങ്ങൾ കൺവെൻഷൻ ഗീതങ്ങളിൽ ഉൾപ്പെടുത്തുന്നു. അതിലുപരി കാഞ്ഞിരംകുളം കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ള ഒരു നിമിഷമാണ് ഈ നിമിഷം. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൻ്റെ ചെയർമാനായിട്ട് ഈ നാളുകളിൽ ശുശ്രൂഷ അർപ്പിക്കുന്ന, കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് ഈ നാളുകളിൽ ശുശ്രൂഷ അർപ്പിക്കുന്ന റവറൻഡ് ഡോക്ടർ CR വിൻസെൻ്റ് അച്ഛൻ ഡോക്ടർ ഓഫ് മിനിസ്ട്രി ബിരുദം കരസ്ഥമാക്കിയ ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഇപ്രകാരം ആയിരിക്കുകയാണ്. അച്ഛന് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ കമ്മിറ്റിയുടെ സകലവിധ അഭിനന്ദനങ്ങളും ഈ സമയം ഞാൻ അർപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും
അച്ഛൻ ഈ സഭയിൽ ചെയ്ത് സഹായിച്ചു. അച്ഛനോടുള്ള പ്രത്യേക നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്, അധ്യക്ഷനായിട്ട് നേതൃത്വം നൽകുന്നത് റവറൻഡ് വിൽസ് രാജ് അച്ഛൻ. സിട്രൺ ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതലയിൽ ഈ നാളുകളിലായിരിക്കുന്നു. കൺവെൻഷൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് അച്ഛൻ പ്രവർത്തിച്ചു വരുന്നു. ഇന്ന് വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന സുനിൽകുമാർ അച്ഛൻ ഐക്യ കൺവെൻഷൻ കമ്മിറ്റിയുടെ ഈ വർഷത്തെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അതുപോലെ തന്നെ ECI സഭയിലെ ഏരിയ ചെയർമാനായിട്ട് ഈ നാളുകളിൽ പ്രവർത്തിച്ചു വരുന്ന സത്യരാജ് അച്ഛൻ കൺവെൻഷൻ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് ഈ ശുശ്രൂഷകൾക്ക് വേണ്ട നേതൃത്വം നൽകി വരികയാണ്. ഐമേനിമാരായിട്ട് വേദിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ഈ വർഷത്തെ അക്കൗണ്ടൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ആശാൻപിള സഭയിലെ ശ്രീ ഷിബു സാർ വേദിയിലായിരിക്കുന്നു. പ്രെയർ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് പ്രവർത്തിച്ചു വരുന്ന ജോൺകുട്ടി സാർ വേദിയിലായിരിക്കുന്നു. ഗോസ്പൽ ടീമിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന റിനോഷ് അച്ഛൻ വേദിയിലായിരിക്കുന്നു. അതുപോലെ ഗോസ്പൽ ടീമിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാൻലോ ജോൺ സാറും ആലയത്തിൽ ആയിരിക്കുന്നു. ഈ കൺവെൻഷൻ പ്രതിനിധികളോടൊപ്പം ഇന്നത്തെ ഈ ആരാധനയിൽ സംബന്ധിക്കുവാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം എല്ലാം മനസ്സിലാക്കുന്ന പ്രകാരം 71ാമത് കൺവെൻഷൻ ഈ വർഷം ഏപ്രിൽ മാസം 20-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു സുവിശേഷ മഹോത്സവം. ഈ മഹോത്സവത്തിന് തിരുവറം സഭയിലെ മുഴുവൻ ജനങ്ങളെയും ക്ഷണിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനകൾ അഭ്യർത്ഥിക്കുക, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ, സഭകളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ കൂടെ ഓർമ്മിച്ച്, ഈ കൺവെൻഷനെ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുക തുടങ്ങിയതാണ് ഇന്നത്തെ ഈ കൂടിവരവിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. 1953 കാലഘട്ടത്തിലാണ് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ ആരംഭിക്കുന്നത്. അന്നത്തെ ഹൈസ്കൂളിൻ്റെ മാനേജരായിരുന്ന PK സത്യനേശൻ മാനേജരും കൂടെ ഒരു പൊന്നയ്യ ഭാഗവതരും അതിനോടൊപ്പം ചേർന്ന് നിന്ന ഒരു വ്യക്തി ഈ തിരുവറം സഭയിലുള്ള ശ്രീ ക്രിസ്തുദാസ് കോൺട്രാക്ടർ. അദ്ദേഹമാണ് ഇതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ട്രഷററായിട്ട് നിരവധി വർഷങ്ങൾ സേവനമനുഷ്ഠിച്ചിട്ടുള്ളതായിട്ട് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അവരുടെ പിൻതലമുറക്കാർ ഇന്ന് ഈ സഭയിൽ ഉണ്ടായിരിക്കും. അതൊരു അഭിമാനത്തിൻ്റെ നിമിഷമാണ്. കാരണം 73 വർഷങ്ങൾക്ക് മുമ്പ് പൂർവ്വപിതാക്കന്മാർ ആരംഭിച്ച ഒരു കൺവെൻഷനാണ് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ. കാലാകാലങ്ങളിൽ തിരുവറം സഭയിലൂടെയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ട നേതൃത്വം ലഭ്യമായിട്ടുണ്ട്. 26ാമത് കൺവെൻഷനിലും 27ാമത് കൺവെൻഷനിലും ഈ സഭയിലെ ഗിൽബർട്ട് സാറ് ജനറൽ സെക്രട്ടറി ആയിട്ട് നേതൃത്വം നൽകി. തുടർന്ന് 3 വർഷങ്ങളിൽ ചാറ്റ്ഫീൽഡ് സാറ് ഈ കൺവെൻഷൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് നേതൃത്വം നൽകി. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള പല വ്യക്തികളും വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ആയിരിക്കുന്നു. ഈ നാളുകളിലും സിസ്റ്റർ പ്രമീള, അതുപോലെ മറ്റ് സഹോദരങ്ങൾ, കമ്മിറ്റി മെമ്പേഴ്സ് ഈ ശുശ്രൂഷകളിൽ സഹകരിച്ച് വരികയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പങ്കാളിത്തവും പ്രത്യേകിച്ച് ഈ കൺവെൻഷൻ യോഗങ്ങളുടെ വിജയകരമായിട്ടുള്ള നടത്തിപ്പിന് ആവശ്യമാണ്. ഒരു നിമിഷം തലകളെ വണക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനമെന്ന വിശിഷ്ടദാനം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന കർത്താവേ, ഏറെ അനുഗ്രഹീതമായ ഈ ദിനത്തിൻ്റെ രാത്രിയിൽ അവിടുത്തെ സന്നിധാനത്തിൽ ഞങ്ങൾ കടന്നു വരുവാൻ, അങ്ങേ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് സ്തോത്രം ചെയ്യുവാൻ അവിടുത്തെ മക്കളായി ഞങ്ങളെ അങ്ങ് സ്വീകരിച്ചിരിക്കുന്ന വിലയേറിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവവചനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ അടിയങ്ങൾക്ക് ശക്തി പോരാ. അവിടുത്തെ കൃപ നൽകി വചനത്തിൻ്റെ പൊരുളുകളെ ഞങ്ങൾക്ക് വേർതിരിച്ച് തരണമേ. ഈ ആലയത്തിൽ ആയിരിക്കുന്ന എല്ലാ വൈദികർക്കായും ഐക്യ കൺവെൻഷൻ പ്രതിനിധികൾക്കായും ഗായക സംഘത്തിനായും കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിനായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബലഹീന നടിനെയും അവിടുത്തെ സന്ധിയിൽ വിനയപ്പെടുത്തുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ധന്യവും അനുഗ്രഹീതവുമായ ഈ ദിവസത്തിൻ്റെ രാത്രിയിൽ നിങ്ങളോടൊപ്പം കർത്തൃനാമത്തിലായിരിക്കുന്നതിന് ദൈവം കൃപ ചെയ്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ കൺവെൻഷൻ്റെ അധ്യക്ഷത വഹിക്കുന്ന സിറ്ററം ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ വിൽസ് രാജച്ചൻ, ഈ ഇടവകയുടെയും ഡിസ്ട്രിക്റ്റിൻ്റെയും അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ CR വിൻസെൻ്റ് അച്ഛൻ, ഈ സഭയുടെ
സഹ ശുശ്രൂഷകൻ റജിയച്ചൻ, ECI ഏരിയ ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്ന സത്യരാജച്ചൻ, ഏറ്റവും പ്രിയങ്കരനായ റെനോഷച്ചൻ, ഐക്യ കൺവെൻഷൻ 71ാമത് ഐക്യ കൺവെൻഷൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഡോക്ടർ പോൾ രായ് സാർ, വേദിയിലും സദസ്സിലും ആയിരിക്കുന്ന ഐക്യ കൺവെൻഷൻ പ്രതിനിധികൾ, വളരെ മനോഹരമായ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഗായക സംഘാംഗങ്ങൾ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, മാതാപിതാക്കൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഈ അവസരം അറിയിക്കുന്നു. ഈ ഇടവകയിൽ വിവാഹത്തിനും അല്ലാതെയും പല സന്ദർഭങ്ങളിലും കടന്നു വരുവാനിടയായിട്ടുണ്ടെങ്കിലും ഈ അൾത്താരയിൽ വചനദൂതുമായി ആദ്യമായാണ് ഞാൻ നിൽക്കുന്നത്. ഇതിനുള്ള അവസരമൊരുക്കിയ കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ പ്രസ്ഥാനത്തോടും ഇതിന് സഹായിച്ച ഈ ഇടവകയിലെ അധ്യക്ഷനായിരിക്കുന്ന വിൻസെൻ്റ് അച്ഛനോടും കമ്മിറ്റിയോടും ഉള്ള നന്ദിയെ ഞാൻ ഈ അവസരം അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട വിൻസെൻ്റ് അച്ഛൻ എൻ്റെ മാതൃ ഇടവകയിലെ എൻ്റെ അച്ഛനായിരുന്ന വ്യക്തിയാണ്. അച്ഛനോടൊപ്പം ഇവിടെ ആയിരിക്കുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മിനിസ്ട്രിയിൽ അച്ഛൻ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. പ്രത്യേകമായ അഭിനന്ദനം ഒരിക്കൽ കൂടെ അച്ഛനെ അറിയിക്കുകയാണ്. കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷനെ സംബന്ധിച്ച് തിരുപുറം സഭയിലെ വിശ്വാസികളോട് പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല. ഒരു കാലഘട്ടത്തിൽ കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ ഊടും പാവുമായി പ്രവർത്തിച്ചവരാണ് ഈ സഭയിലെ വിശ്വാസ സമൂഹം. ഈ കാലഘട്ടത്തിലും വളരെ അനുഗ്രഹീതമായ നിലയിൽ കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും അതോടൊപ്പം തന്നെ ഈ യോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവസ്നേഹം അനുഭവിക്കുന്ന ഒരുപാട് ദൈവമക്കളുള്ള, ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന, ദൈവവചനം പ്രസംഗിക്കുന്ന അനേകർ ഉള്ള ഒരു ആലയമാണ് തിരുപുറം ഇടവക എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. പ്രിയമുള്ള പ്രേം ജേക്കബ് സാറിനെ പോലുള്ളവർ വളരെ പ്രഗത്ഭരായ പ്രസംഗകരാണ്. അപ്പം അങ്ങനെ ദൈവവേലയ്ക്ക് വേണ്ടി അനേകരെ സംഭാവന ചെയ്ത ഒരു ഇടവകയാണ് തിരുപുറം ഇടവക. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ വരുന്ന കൺവെൻഷനിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും 2 ഉദ്ദേശങ്ങളോടുകൂടെയാണ് ഈ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി സഭയെ പ്രാർത്ഥിക്കുവാനായി ആഹ്വാനം ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഏപ്രിൽ മാസം 20 മുതൽ 27 വരെ നടക്കുന്ന കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുക. നിങ്ങൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഈ കൺവെൻഷനോടൊപ്പം നിന്ന് ദൈവവചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഇപ്പോൾ മുതലേ ആരംഭിക്കണമേ എന്ന് വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ദിവസത്തെ വചന ധ്യാനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഇന്ന് നാം പാഠമായി വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 13-14 വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിൽ അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആകെ തുക നാം പരിശോധിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് കഴിയും: വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ദൈവം സ്നേഹമാകുന്നു എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു പുസ്തകമാണ്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. ഇന്ന് നമുക്കറിയാം, സ്വാർത്ഥത നിമിത്തവും അതുപോലെ തന്നെ
മനുഷ്യർ സ്വസ്നേഹികളായി തീരുന്ന നിമിത്തവുമുള്ള ഒത്തിരി അനർത്ഥങ്ങൾ നമ്മുടെ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തെ ന്യൂസിൽ ഞാൻ കേട്ടത്, നമ്മുടെ ഈ സമീപ പ്രദേശത്ത് നെയ്യാറ്റിൻകരയിൽ വസ്തുവിൻ്റെ അതിർത്തി തർക്കം മൂലം ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ്. ഇങ്ങനെ സ്വാർത്ഥതയും അതുപോലെ തന്നെ തന്നിഷ്ടവും നിമിത്തം മനുഷ്യൻ നിരന്തരം സ്നേഹത്തിൽ നിന്ന് അകന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഈ ജയിലിൻ്റെ ഉള്ളറയിൽ നിന്നും പുറത്തേക്ക് വന്ന ഫ്രാൻസിസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹവും ഒരു ഭക്തനായ ഒരു മനുഷ്യനാണ്. പോളണ്ടിലെ ഒരു സിറ്റിസണാണ്. അദ്ദേഹം ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പോളണ്ട് മുഴുവനും ഓടി നടന്ന് പ്രസംഗിച്ചു. അദ്ദേഹം ഓടി നടന്ന് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: എന്നെ ജയിലറയിൽ നിന്ന് ഈ വെളിച്ചത്തിലേക്ക്, പുറം ലോകത്തിലേക്ക് കൊണ്ടുവന്നത് യേശുക്രിസ്തുവാണ്. അതിന് സഹായിച്ചത് മാക്സിമിലിയൻ കോൾബെയാണ്. എന്നെ രക്ഷിക്കുവാനായി സുവിശേഷമായി എൻ്റെ അടുക്കൽ ദൈവം അയച്ച മനുഷ്യനാണ് മാക്സിമിലിയൻ കോൾബെ. ദൈവത്തിൻ്റെ സ്നേഹം ഒരുവനെ രക്ഷിക്കുവാൻ മറ്റൊരുവനിലൂടെ പ്രവർത്തിക്കുന്ന വിധം നമുക്കിവിടെ കാണാനായി സാധിക്കും. ഈ ലോകത്തിലെ സകല മനുഷ്യരെയും സ്നേഹിച്ച ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ആഴങ്ങളിൽ നമുക്ക് അനുഭവിക്കുവാനായി സാധിക്കണം. ഇത് നോമ്പ് കാലഘട്ടമാണല്ലോ. നമ്മുടെ ആത്മശുദ്ധീകരണത്തിൻ്റെയും ആത്മശക്തീകരണത്തിൻ്റെയും നാളുകളാണ് ഈ നാളുകൾ. എന്നിൽ എന്തുമാത്രം ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നു, ആ സ്നേഹം എനിക്ക് എത്രമാത്രം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ കഴിയുന്നു എന്ന് നാം ചിന്തിക്കേണ്ടുന്ന നാളുകളാണ് ഈ നോമ്പ് കാലഘട്ടം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഈ രാത്രിയിൽ 3 ചെറിയ ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ദൈവസ്നേഹം നമുക്ക് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ കഴിയണമെങ്കിൽ നാം ഓർത്തിരിക്കേണ്ടുന്ന 3 ചെറിയ വസ്തുതകൾ. 1, അടുപ്പങ്ങളുടെ ആഴം കൂട്ടുക എന്നുള്ളതാണ്. അടുപ്പങ്ങളുടെ ആഴം കൂട്ടുക. അടുപ്പങ്ങളുടെ ആഴം കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അടുപ്പമുള്ള ആളുകൾ നമ്മുടെ ഭവനത്തിനുള്ളിലുണ്ട്, നമ്മുടെ സഭയിലുണ്ട്, നാം ജോലി ചെയ്യുന്ന ഇടത്തുണ്ട്, നാം പഠിക്കുന്ന വിദ്യാലയങ്ങളിലുണ്ട്, നാം പ്രവർത്തിക്കുന്ന ഈ സമൂഹത്തിലുണ്ട്. നമുക്ക് അടുപ്പമുള്ള ധാരാളം ആളുകളുണ്ട്. ഈ അടുപ്പങ്ങളുടെ ആഴം, അടുപ്പം ഉണ്ട് എന്ന് നാം പറയുന്നുവെങ്കിലും പലപ്പോഴും ആ അടുപ്പം യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്നില്ല. അടുപ്പം ഉള്ളവരാണെന്ന് പറയുമ്പോൾ തന്നെ നാം അകന്നിരിക്കുന്നവരായി തീരുന്നു. അതുകൊണ്ട് അടുപ്പങ്ങളുടെ ആഴം കൂട്ടേണ്ടുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന ആളിൻ്റെ ഹൃദയവികാരങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കണം എന്നുള്ളതാണ്. നമുക്ക് ആളിനെ അറിയാം, ആ ആളിൻ്റെ മനസ്സിൻ്റെ വഴികൾ, ആ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. മാറണം, നമ്മുടെ നിരാശകൾ മാറണം, നമ്മുടെ ദുഃഖങ്ങൾ മാറണം, നമ്മുടെ ആശങ്കകൾ മാറണം. എങ്കിൽ പുറത്തെ കൊടുമുടി കീഴടക്കുവാൻ എളുപ്പമായിരിക്കും. നാം ഭയപ്പെടുന്നതിനെ കീഴ്പ്പെടുത്തുവാൻ ഒട്ടും പ്രയാസമല്ല. നമുക്കൊരു ആത്മവിശ്വാസം വേണം. മുന്നോട്ട് പോകുവാനുള്ള ശക്തിക്കായി ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കുവാനായിട്ട് കഴിയണം. നമ്മുടെ പ്രതിയോഗി എന്ന് പറയുന്നത് പുറത്തുള്ള ആളല്ല, നമ്മുടെ അയൽവാസിയല്ല, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയല്ല, നാം ശത്രു എന്ന് കരുതി മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തിയല്ല. നമ്മുടെ ശത്രു ആരാണ്? നാം തന്നെയാണ്. നമ്മുടെ ഉള്ളിലെ പ്രതിയോഗി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഭയമാണ്. നമ്മെ ഭയപ്പെടുത്തുന്ന എല്ലാറ്റിനെയും നമുക്ക് കീഴ്പ്പെടുത്തുവാനായി സാധിക്കണം. ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യാനായിട്ട്
ആരംഭിക്കുകയാണ്. അപ്പോൾ നാം എന്ത് ചിന്തിക്കും? മറ്റുള്ളവർ എന്ത് കരുതും? വീണു പോകുമോ? തോറ്റുപോകുമോ? പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ അല്ലേ? പരീക്ഷയൊക്കെ ഇങ്ങനെ അവസാനിക്കാറായി വരികയാണ്. കുഞ്ഞുങ്ങളൊക്കെ ചിന്തിക്കുന്നു, ഞാൻ തോറ്റുപോകുമോ, ഞാൻ പരാജയപ്പെട്ടു പോകുമോ? നാടുവിടാനും സൂയിസൈഡ് ചെയ്യാനും ഒക്കെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സന്നദ്ധരാകുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ്. ഒരു പരാജയ ഭീതി, നമ്മുടെ അകത്തെ കൊടുമുടിയായ ഭയം നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, വളരുക എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി മാത്രമാണ്. മറ്റാരെങ്കിലും എനിക്ക് വേണ്ടി എന്തെങ്കിലും നേടിത്തരും എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അവിടെയാണ് നമ്മുടെ പരാജയം ആരംഭിക്കുന്നത്. അവരവർ തന്നെ അധ്വാനിച്ചാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന പടവുകളിലെത്താൻ കഴിയുകയുള്ളൂ. ആരുടെ സഹായം കൂടെ വേണം? ദൈവത്തിൻ്റെ സഹായം വേണം. ചിലർ പറയും 50-50, ദൈവം പകുതി ഞാൻ പകുതി. തീർത്തും തെറ്റാണ്. പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോൾ, എന്തെങ്കിലും ഒന്ന് നേടുവാനുള്ള ലക്ഷ്യത്തോടുകൂടെ മുന്നോട്ട് പ്രയാണം ചെയ്യുന്ന ഒരു വ്യക്തി 100% അധ്വാനിച്ചാൽ, നിന്റെ കഴിവും പ്രാപ്തിയും പൂർണ്ണമായി നീ വിനിയോഗിച്ചാൽ, അതിനെ കുഴിച്ചിടുകയല്ല. നിന്റെ കഴിവും പ്രാപ്തിയും നീ 100% വിജയിച്ചാൽ കർത്താവ് 100% റിസൾട്ട് തരും. 100% നിന്റെ കഴിവും പ്രാപ്തിയും നീ ഉപയോഗിച്ചാൽ 100% വിജയം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. നാം ഏത് മണ്ടനോ ആയിക്കോട്ടെ, നമ്മുടെ കഴിവ് നാം പൂർണ്ണമായി വിനിയോഗിച്ചാൽ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ നിറയുന്നത് നമുക്ക് അനുഭവിക്കാനായി സാധിക്കും. ഒന്നിനെയും പരാജയ ഭീതിയോടുകൂടെ കാണുവാൻ കഴിയാതെ ആത്മവിശ്വാസത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകുവാനായി സാധിക്കും. ഒരിക്കലും നമ്മോടുകൂടെ നമ്മുടെ വീട്ടുകാരോ നാട്ടുകാരോ പള്ളിക്കാരോ സഹവിശ്വാസികളോ ആരെങ്കിലും ഉണ്ടാകുമെന്ന് ചിന്തിക്കരുത്. എൻ്റെ കൂടെ ആര് മാത്രമേ ഉള്ളൂ? കർത്താവ് മാത്രമേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. നമ്മോട് കൂടെയുള്ള ഒരു കർത്താവുണ്ട്. നമ്മളെ കൈവിടുന്നവനല്ല ഈ സ്നേഹിക്കുന്ന കർത്താവ്. നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ഈ രാത്രിയിൽ, ഈ ആലയത്തിൽ ഈ ശബ്ദം കേൾക്കുന്നതിൽ ആരെങ്കിലും ജീവിതത്തെക്കുറിച്ച് നിരാശയോടെ, ഭാരത്തോടെ, സങ്കടത്തോടെ, കർത്താവേ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് നിരാശപ്പെടരുത്. കർത്താവ് സമ്പന്നനാണ്, നമ്മെ അനുഗ്രഹിക്കുവാൻ സമ്പന്നനാണ്, നമ്മെ നടത്തുവാൻ ശക്തനാണ്. അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. 71ാമത് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ മറന്നു പോകരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയും ഈ കൺവെൻഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഈ അവസരം എല്ലാവർക്കും എഴുന്നേൽക്കാം. സ്നേഹമാകുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു. അതെ, നാം എല്ലാവരും വിശ്വാസ സ്നാനം സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി ജനിക്കപ്പെട്ടവരാണ്. ആ കർത്താവിൻ്റെ സ്നേഹം നമ്മിൽ ഉണ്ടാവുകയും നമ്മിലൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂല വേളകളിൽ ആശ്വാസം പകരുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നാം ഒറ്റയ്ക്കല്ല. ഈ ലോകത്തിൽ മറ്റാരുമില്ലെങ്കിലും കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട. ദൈവത്തിൽ നാം സമ്പൂർണ്ണമായി ആശ്രയിക്കുക. പല നാൾ കരുതി ഞാനേകനെന്ന് അന്നാളിലവനെന്നോട് ചൊല്ലി. പല നാൾ കരുതി ഞാൻ ഏകനെന്ന് അന്നാളിലവനെന്നോട് ചൊല്ലി. ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ നടത്തുന്നോൻ നിന്നോട് കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ നടത്തുന്നോൻ നിന്നോട് കൂടെയുണ്ട്.
കർത്താവിൽ സന്തോഷം അവനൻ ബലം. പാരിതിൽ പാർക്കും നാൾ അവനൻ ബലം. അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾതോറും അവനെൻ്റെ സർവ്വവുമേ. അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾതോറും അവനെൻ്റെ സർവ്വവുമേ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനും മഹാപരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, ഈ രാത്രിയിൽ കാഞ്ഞിരംകുളം ഐക്യകൺവെൻഷൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടി വരുവാനും ഞങ്ങളുടെ സൃഷ്ടിതാവും ദൈവമായ കർത്താവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനും അങ്ങ് നൽകിയ വിലയേറിയ കൃപയ്ക്കായി നന്ദിയോടുകൂടെ സ്തോത്രം. കർത്താവെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും അങ്ങയെ ധ്യാനിക്കുവാനും ഒരു നിമിഷം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയല്ലോ. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. കർത്താവെ, ഞങ്ങൾ അടുപ്പമുള്ളവരാണെങ്കിലും എത്രമാത്രം ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കാൻ, സഹോദരങ്ങളെ സ്നേഹിക്കാൻ, സമൂഹത്തെ സ്നേഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടെ ശോധന ചെയ്യുവാൻ അവിടെ നിന്ന് ഞങ്ങൾക്ക് അവസരം നൽകിയല്ലോ. കർത്താവെ, അകലങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവെ, ഞങ്ങൾ പലപ്പോഴും അതിൻ്റെ ഭാഗമായി മാറുമ്പോൾ ഞങ്ങൾ മറ്റുള്ളവരെ ചേർത്ത് നിർത്തേണ്ടുന്ന വലിയ ഉത്തരവാദിത്വം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളോടുകൂടെ ഈ സമയം അവിടുത്തെ മക്കൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, അവിടെ നിന്ന് അവയെല്ലാം തൻ്റെ മക്കൾക്ക് നൽകും എന്നടിയൻ വിശ്വസിക്കുന്നു. അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ ദാസർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, 71ാമത് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ പ്രസിദ്ധരായ ദൈവത്തിൻ്റെ ദാസന്മാർ ആ പ്രദേശത്ത് വന്ന് 8 നാളുകളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ ചെവിയുള്ളവൻ കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ 100, 60, 30 മേനി ഫലം വിളയിക്കുന്ന ജീവിതം ഈ ലോകത്തിൽ നയിക്കുവാൻ തൻ്റെ മക്കളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. കൺവെൻഷന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളിലും നേതൃത്വം നൽകുന്ന അവിടുത്തെ മക്കളുടെ മേലും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായിട്ട് പകരണമേ. ഇവിടെ ആയിരിക്കുന്ന വന്ധ്യരായ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐക്യ കൺവെൻഷൻ പ്രതിനിധികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുപുറം ഇടവകയ്ക്ക് വേണ്ടി, ഈ ഇടവകയിലെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടിയും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ ഇടവകയിലെ അച്ഛന്മാരെയും കമ്മിറ്റിയെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഈ രാത്രികാലം സമാധാനത്തോടുകൂടി അയക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. സമാധാനത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും കാവലും നമുക്കിന്ന് ലഭ്യമായ ആരാധനാ അനുഭവത്തോടും 71ാമത് കൺവെൻഷൻ്റെ എല്ലാ അനുഗ്രഹങ്ങളോടും എന്നും നീക്കിയിരിക്കുമാറാകട്ടെ.